പേരാവൂരിലേക്ക് നമ്മൾ പോകുന്നു. പേരാവൂരും ഈ പറയുന്ന പോലെ മെഗാ ടൺ മണ്ഡലമാണ്, ഈ പറയുന്ന വലിയ ആകാംക്ഷയുള്ള മണ്ഡലമാണ്. അവിടെ കെ ശൈലജയും സണ്ണി ജോസഫും തികഞ്ഞ വിജയ പ്രതീക്ഷയിലുമാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു 3000-ന് മേലെ വോട്ടിന് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. ബാക്കി വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിലുടനീളം പറയാമെങ്കിൽ 10 വർഷത്തെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും തന്നെയാണ്. പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ LDF-ന് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ പ്രചരണം, UDF-ൻ്റെ പ്രചരണം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നല്ല ഒരു വിധിയെടുത്ത് UDF-ന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. അജീഷ് ശൈലജ ടീച്ചറിന്റെ വരവോടുകൂടി പേരാവൂര് VVIP മണ്ഡലമാകുന്നത് മാത്രമല്ല, ഈ പറയുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഗണത്തിലേക്ക് അവിടെ പോകുന്നുണ്ട്. ടൈറ്റ് ഫൈറ്റ്, നെക്ക് ടു നെക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ പേരാവൂരിലെ CPIക്കൊക്കെ അത്യാവശ്യം വോട്ടുള്ളൊരു മണ്ഡലമാണ്. അവരുടെ വോട്ട് ഇത്തവണ LDF-നൊപ്പമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് അവസാനവട്ട കണക്കുകൂട്ടൽ? ആർക്കെങ്കിലും എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ അജീഷ്? കാശ്മീർ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപ്രവചനീയം. അതാണ് പേരാവൂരിലെ നിലവിലത്തെ അവസ്ഥ. കാരണം കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ ഭൂരിപക്ഷം ഒന്നും അവിടെ സണ്ണി ജോസഫിന് ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് 2016-ലാണ്. അന്ന് പോലും 8000 വോട്ടുകളാണ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. അതിന് മുമ്പും അതിന് ശേഷവും നടന്ന തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചു കയറിയത്. പ്രത്യേകിച്ച് കെ ശൈലജ കൂടി വന്നതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി, മത്സരമായി പേരാവൂർ മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് 8 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് പേരാവൂർ മണ്ഡലം. അതിൽ ഇപ്പോൾ നിലവിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. ബാക്കി ഭൂരിപക്ഷം 5 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കൂടുതൽ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തത്. ഈ വോട്ടിംഗ് പാറ്റേൺ, അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷത്തിൻ്റെ ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യ റൗണ്ട് എണ്ണുന്നത് പായം പഞ്ചായത്തിൽ നിന്നാണ്. CPM-ന് വലിയ സ്വാധീനമുള്ള, LDF-ന് വലിയ ശക്തി കേന്ദ്രമുള്ള ആ പഞ്ചായത്താണ് പാഴം പഞ്ചായത്ത്. അവിടെയാണ് എണ്ണി തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ സണ്ണി ജോസഫ് അവിടെ പിന്നിൽ പോകാറാണ് പതിവ്. പിന്നീട് അടുത്ത് അയ്യങ്കുന്ന്, കേളകം പോലുള്ള, കണിച്ചാറ് പോലുള്ള പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ UDF ആ ലീഡ് തിരിച്ചു പിടിക്കുകയും പിന്നീട് മുഴക്കുന്ന്, ഇരിട്ടി മുനിസിപ്പാലിറ്റികളിലേക്ക് എത്തുമ്പോഴേക്കും LDF വലിയ രീതിയിൽ കുതിച്ചുചാട്ടം മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടുത്തെ പതിവ്. പക്ഷേ എപ്പോഴും ചെറിയൊരു ലീഡ്, ചെറിയൊരു മാർജിൻ്റെ വ്യത്യാസം അവിടെ സണ്ണി ജോസഫിന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അവസാനം ഏറ്റവും ഒടുവിൽ UDF-ന് വലിയ സ്വാധീനമുള്ള കൊട്ടിയൂർ പഞ്ചായത്ത് എണ്ണുമ്പോഴേക്കും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് ജയിക്കാറാണ് കഴിഞ്ഞ 15 വർഷത്തെ ഒരു പതിവ്. പക്ഷേ ഇത്തവണ LDF-ന്റെ കണക്കുകൂട്ടലുകൾ വേറെയാണ്. കാരണം കെ ശൈലജ എത്തിയതോടെ സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം LDF-നെ പിന്തുണയ്ക്കുമെന്നവർ കണക്കുകൂട്ടുന്നുണ്ട്. കൂടാതെ തന്നെ കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ തന്നെ ആ വോട്ടുകളൊക്കെ തന്നെ സണ്ണി ജോസഫിന് കിട്ടില്ല എന്നൊരു കണക്കുകൂട്ടലിൽ കൂടിയുണ്ട്. പക്ഷേ സണ്ണി ജോസഫിൻ്റെ ക്യാമ്പിൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ 15 വർഷമായി അദ്ദേഹം സജീവമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല KPCC അധ്യക്ഷനായി വന്നതിന് ശേഷം നേരിടുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് വ്യക്തിപരമായിട്ട് തന്നെ വലിയ ബന്ധമുള്ള മണ്ഡലം കൂടിയായതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളൊക്കെ തന്നെ പെട്ടിയിലാകും എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ക്യാമ്പിനുള്ളത്. പക്ഷേ ഇരു വിഭാഗവും പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. കെ ശൈലജ പറഞ്ഞതുപോലെ ഒരു 3000 വോട്ടിൻ്റെങ്കിലും ലീഡ് LDF-ന് കിട്ടുമെന്ന് അവർ കരുതുന്നു. എന്നാൽ UDF ക്യാമ്പും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിൽ 3000 മുതൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കും എന്നുള്ളതൊരു പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുമുള്ളത്. എന്തായാലും ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ അവിടെ ആര് ജയിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം കഴിഞ്ഞ 15 വർഷത്തെ ഒരു ചരിത്രമായിട്ട് ഭൂരിപക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തവണയാണ് ഏറ്റവും വലിയ ശക്തമായ മത്സരം നടന്നിട്ടുള്ളത്. എന്തായാലും പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ജയിക്കുമോ, കെ ശൈലജ ജയിക്കുമോ എന്നുള്ളത് നിലവിലെ ഒരു കണക്കുകൂട്ടലുകളും അവരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അപ്രവചനീയം എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.